ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ പ്രവാസി പ്രകാശ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയുന്ന കാര്യം, നമ്മൾ പ്രവാസിയായിട്ട് ഇവിടെ വന്ന് കുറേ കാലം നാട്ടിലൊന്നും പോവാതെ ഇങ്ങനെ നിൽക്കുന്ന കുറേ ആൾക്കാരെ ഞാൻ കണ്ടിട്ടുമുണ്ട്. നമുക്ക് അറിയാമല്ലേ എന്ന് വെച്ച് കഴിഞ്ഞാൽ പലരും നാട്ടിൽ പ്രശ്നങ്ങളൊക്കെ ആയിട്ടായിരിക്കും വരുന്നത്. കുറേ കടങ്ങളുണ്ടാവും. അപ്പോൾ പിന്നെ പെങ്ങളുടെ കല്യാണം ഇല്ലെങ്കിൽ വേറെ കുറേ ബാധ്യതകൾ എങ്ങനെയെങ്കിലും വന്ന് പെട്ടിട്ടുണ്ടാവും. അപ്പോൾ അതെല്ലാം തീർക്കാതെ നമുക്ക് നാട്ടിലോട്ട് പോകാൻ പറ്റില്ല എന്നൊക്കെ ഉള്ള ഒരു ഇതിൽ വരുന്നതായിരിക്കും. ചിലപ്പോൾ ഫാമിലി, വൈഫ് കാണും, കുട്ടികൾ കാണും. അപ്പോൾ അവരുടെ അടുത്ത് പറഞ്ഞിട്ട് പറഞ്ഞാൽ നമ്മൾ 6 മാസം കഴിഞ്ഞ് നാട്ടിലോട്ട് വരുമെന്നൊക്കെ പറഞ്ഞിട്ട് വരും. എന്നിട്ട് നമ്മളിവിടെ വന്നിട്ട് ഒന്നും തുടക്കത്തിലൊക്കെ നമുക്ക് ഒന്ന് സ്ട്രഗിൾ ചെയ്തിട്ടൊക്കെ ആയിരിക്കും നിൽക്കുന്ന. കമ്പനിയിൽ വന്ന് സെറ്റ് ആവണം. പിന്നെ ആദ്യം കിട്ടുന്നതൊക്കെ നമ്മൾ നാട്ടിൽ നിന്ന് വന്ന കടങ്ങൾ തീർക്കാൻ വേണ്ടി അയച്ചു കൊടുക്കും. പിന്നെ ഇങ്ങനെ മാസങ്ങളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. അപ്പോൾ വിചാരിക്കും ഇനിയിപ്പോൾ ഒന്നും ആയിട്ടില്ലോ, നാട്ടിൽ പോയി കഴിഞ്ഞാൽ ആൾക്കാരിങ്ങനെ ചോദിക്കും. അങ്ങനെയൊക്കെ നിൽക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അപ്പം വീട്ടുകാർ ഇന്ന് വരും നാളെ വരും. അപ്പോൾ നമ്മൾ കൂടെ ഉണ്ടായിരുന്നിട്ട് ഇവിടെ വന്ന് വരുമ്പോഴും വീട്ടിൽ ഭാര്യയും അമ്മയൊക്കെ ഇങ്ങനെ ആലോചിക്കും, ഒന്ന് കണ്ടിരുന്നെങ്കിൽ കൊള്ളാം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോഴും നമ്മളിവിടെ കിടന്ന് കഷ്ടപ്പെട്ട് വർക്ക് ചെയ്യുന്നതുണ്ടാവുമല്ലേ. ഇങ്ങനെ പോകാൻ ചിലപ്പം പൈസ കാണത്തില്ല, അതായിരിക്കും സത്യം. അയച്ചെല്ലാം കഴിയുമ്പോഴത്തേക്ക് ഇപ്പം ഞാൻ പറയുന്നത്, നമ്മൾ എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിലും നമ്മൾ ഒരു കൊല്ലത്തിലൊരിക്കലെങ്കിലും അറ്റ്ലീസ്റ്റ് നമ്മൾ നാട്ടിൽ പോകാൻ നോക്കുക. നമ്മൾ ഇപ്പോഴത്തെ കാലത്തിൽ അറിയാമല്ലോ, ഇന്ന് കാണും, ഇന്ന് നമ്മൾ നല്ല രീതിയിലിരിക്കും, നാളെ എന്താവുമെന്ന് ആർക്കും അൺപ്രഡിക്റ്റബിൾ ആണല്ലേ. അതുപോലെ അമ്മയും അച്ഛനൊക്കെ വയസ്സായിട്ടിരിക്കും. പിന്നെ ഭാര്യ കുട്ടികളൊക്കെ കാണാൻ വേണ്ടി ഇങ്ങനെ കൊതിച്ചിരിക്കുമല്ലേ. അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പം ഒന്നും നോക്കണ്ട, ചിലപ്പം കടമൊക്കെ ആയിരിക്കും. എങ്ങനെയെങ്കിലും ഒരു ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്ത് 10 ദിവസമെങ്കിൽ 10 ദിവസം അല്ലെങ്കിൽ 15 ദിവസമെങ്കിൽ പോയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോയിട്ട് വരുന്നതായിരിക്കും നല്ലത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം എനിക്ക് കുറേ ആൾക്കാരെ അറിയാം, നമ്മളെല്ലാം 2-3 കൊല്ലം പോകാതെ ഇരിക്കും. ചിലപ്പം അച്ഛനും അമ്മയൊക്കെ ചിലപ്പം ഈ വയസ്സായി അങ്ങേറ്റ ഇരിക്കുന്നതായിരിക്കും. അവർക്ക് കാണണമെന്നൊക്കെ ആഗ്രഹം കാണും. എന്നിട്ട് അവർ പെട്ടെന്നായിരിക്കും നമ്മൾ എന്തെങ്കിലും ഒന്ന് സംഭവിച്ചിട്ടായിരിക്കും അറിയുമ്പോൾ നമ്മൾ ഓടിപ്പോകുന്നു. അന്നേരം നമ്മൾ ഓടി കടം വാങ്ങിച്ചിട്ട് പോകും അല്ലേ. അത് മുന്നേ നമുക്ക് ചെയ്താൽ എങ്കിൽ എങ്ങനെയായിരുന്നു? അങ്ങനെ ചെയ്യൂ. അതെല്ലാവരും എല്ലാം തികഞ്ഞിട്ട് നമുക്ക് എല്ലാം ചെയ്യാമെന്നുള്ള ഒരു തോന്നൽ നമ്മളെല്ലാം മനസ്സിലും കാണും. പക്ഷേ 2 കൊല്ലം കഴിഞ്ഞാലും സെയിം കഷ്ടപ്പാടും എല്ലാം അവിടെ തന്നെ കാണും. അപ്പം നമ്മൾ ഈ ഓൺലൈൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ പോവുക. ചിലപ്പോൾ 2 പ്രാവശ്യം പറ്റുമെങ്കിൽ 2 പ്രാവശ്യം തന്നെ പോവുക. നേരത്തെ ബുക്ക് ചെയ്തിട്ടിട്ട് കടം വാങ്ങിച്ചെങ്കിലും പോയിട്ട് വരിക വീട്ടിൽ. അപ്പം നമുക്കുള്ള അമ്മയ്ക്കും അച്ഛനൊക്കെ സന്തോഷമാവും. വീട്ടിലെ ഭാര്യയ്ക്കും കുട്ടികളൊക്കെ നമ്മളൊന്ന് ഓർമ്മയെങ്കിലും കാണാൻ മുഖത്ത്. 3-4 കൊല്ലം കഴിയുമ്പോൾ അവരെ മറന്നു പോകും കേട്ടോ. എല്ലാവരും പറ്റുമെന്നുള്ളപ്പോൾ നമ്മൾ എൻജോയ് ചെയ്യുക ജീവിതം കുറച്ചെങ്കിലുമൊക്കെ. വീട്ടിലൊക്കെ പോയിട്ട് ഒന്ന് നല്ല ഫ്രഷായിട്ടൊക്കെ വരൂ. അതായിരിക്കും നല്ലത്. എല്ലാ പൈസ എന്ന് പറഞ്ഞ് കുറേ ആൾക്കാർ അങ്ങനെ നിൽക്കുന്ന ആൾക്കാരുണ്ട് കേട്ടോ. അങ്ങനെ നിന്നിട്ട് കാര്യമില്ല. നമ്മൾ മരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നും നമുക്ക് തിരിച്ച് കൊണ്ടുപോകാനും പറ്റത്തില്ല. അപ്പോൾ എല്ലാവരും പറ്റുമെന്നുള്ള, നാട്ടിലെല്ലാം ഇപ്പം പ്രവാസികളായാലും നാട്ടിലായാലും നമ്മൾ എൻജോയ് ചെയ്യേണ്ട സമയത്ത് എൻജോയ് ചെയ്യുക. പിന്നെ എല്ലാം നല്ല രീതിയിൽ നോക്കി കണ്ട് ചെയ്യുക. നമ്മളൊന്നിനും എല്ലാം തികഞ്ഞിട്ടെല്ലാം ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യവും നടക്കത്തില്ല. ഇതാണ് ജീവിതം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.